ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3-ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ നമ്മളൊന്ന് എന്ന 5-ാമത്തെ യൂണിറ്റിലെ ഒരു ഭാഗമാണ് കേട്ടോ. ആശംസ ആശംസ എന്നുള്ള ഒരു ഭാഗവും പിന്നെ രണ്ട് പോസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അതുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുൻപുള്ള ക്ലാസ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഒന്ന് ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇനി പ്ലേലിസ്റ്റ് എടുത്തിട്ട് ക്ലാസ് 3 മലയാളം നടിച്ചാൽ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുള്ളത് ക്ലാസ്സിൽ എല്ലാ ചാപ്റ്റേഴ്സും കിട്ടും കേട്ടോ. അതുപോലെ മറ്റ് വിഷയങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠഭാഗത്തിൻ്റെ പേരെന്താണ്? ആശംസ. അപ്പോൾ നമുക്ക് കവിതയൊന്ന് ചൊല്ലി നോക്കാം. മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ, അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിലും അലിവായി പടരട്ടെ, അവരുടെ ഹൃദയം നിങ്ങളുടേതിനും ഒത്തുമിടിക്കട്ടെ, അവരുടെ ശബ്ദം നിങ്ങളുടേതിനും ഒത്തുമുഴങ്ങട്ടെ, നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ, കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിത വെട്ടം നിറയട്ടെ. അപ്പോൾ എഴുതിയിരിക്കുന്നത് പി മധുസൂദനനാണ്. ഞാനിവിടെയുണ്ട് എന്നുള്ള കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കവിതയുടെ അർത്ഥം നോക്കാം. മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ, മറ്റുള്ളവരും നമ്മളോടൊപ്പം സന്തോഷിക്കട്ടെ എന്ന് കവി പറയാണ്. പിന്നെയോ അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിലും അലിവായി പടരട്ടെ. അവരുടെ നോവുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ നോവുകളും നമ്മുടെ വേദനകളായിട്ട് നമ്മൾ കരുതണം, നമ്മുടെ വേദനകളായിട്ട് നമുക്ക് തോന്നണം. അവരുടെ ഹൃദയം നിങ്ങളുടേതിനും ഒത്തുമിടിക്കട്ടെ. അവരുടെ ഹൃദയം നമ്മുടെ ഹൃദയത്തിനോടൊപ്പം തന്നെ മിടിക്കട്ടെ എന്നല്ലേ. നമുക്ക് അവരുടെ വിഷമം മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെന്താ കവി ആശംസിക്കുന്നത്? അവരുടെ ശബ്ദം നിങ്ങളുടേതിനും ഒത്തുമുഴങ്ങട്ടെ. അവരുടെ ശബ്ദവും നമ്മുടെ ശബ്ദവും ഒപ്പം മുഴങ്ങട്ടെ എന്ന് കവി ആശംസിക്കുകയാണ്. പിന്നെയോ നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ. അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള പരിഭവങ്ങളിലെ ചെറിയ ചെറിയ പിണക്കങ്ങളെല്ലാം ഇല്ലാതാകട്ടെ എന്ന് കവി ആശംസിക്കുകയാണ്. പിന്നെയോ കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിത വെട്ടം നിറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രകാശം പരക്കട്ടെ എന്ന് കവി ആശംസിക്കുകയാണ്. ഇനി കവിയെക്കുറിച്ച് നോക്കാം. പി മധുസൂദനൻ. പ്രശസ്ത ബാലസാഹിത്യകാരനാണ് പി മധുസൂദനൻ. എറണാകുളം ജില്ലയിലെ വളയഞ്ചിറങ്ങരയിൽ ജനിച്ചു. ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതയിലൂടെ ശ്രദ്ധേയനായ കവിയാണ് അദ്ദേഹം. ശ്രീമൂലനഗരം ഹൈസ്കൂളിൽ നിന്നും ഹെഡ്മാസ്റ്ററായി റിട്ടയർ ചെയ്തു. കൃതികൾ അതിനുമപ്പുറമെന്താണ്, മുക്കുറ്റിപ്പൂവിൻ്റെ ആകാശം, ഞാനിവിടെയുണ്ട്, ഭൂമി പാടുന്ന ശീലുകൾ. ഇനി ഇവിടെ നിഘണ്ടു നോക്കി അർത്ഥം കണ്ടെത്താനുള്ള കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. മന്ദഹസിക്കുക എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക, നോവ് പറഞ്ഞാൽ വേദന, അലിവ്, കനിവ്, ദയ, പരിഭവം, നീരസം, ചെറിയ പിണക്കം എന്നൊക്കെ പറയാം. പിന്നെ വെട്ടം എന്ന് പറഞ്ഞാൽ വെളിച്ചം. ഇനി ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം. കവിത താളം പിടിച്ച് ചൊല്ലും. അപ്പോൾ ഞാനിവിടെ ഒരു രീതിയിൽ ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ മക്കൾ വേറെ വേറെ രീതിയിൽ ചൊല്ലി നോക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, എന്തെല്ലാമാണ് കവി ആശംസിക്കുന്നത്? നമ്മളോടൊപ്പം മറ്റുള്ളവർക്കും സന്തോഷിക്കാൻ കഴിയട്ടെ, മറ്റുള്ളവരുടെ വേദനകളിൽ നമുക്ക് അലിവുണ്ടാവട്ടെ, മറ്റുള്ളവരുടെ ഹൃദയത്തോടൊപ്പം നമ്മുടെ ഹൃദയവും ഇടിക്കട്ടെ, നമ്മുടെ ശബ്ദത്തോടൊപ്പം അവരുടെ ശബ്ദവും ഉയർന്നു മുഴങ്ങട്ടെ. പിന്നെയോ നമുക്കിടയിലെ പരിഭവങ്ങൾ ഇല്ലാതാവട്ടെ, ഇരുട്ട് നിറഞ്ഞവരുടെ ജീവിതത്തിൽ എന്നും പ്രകാശം നിറയട്ടെ. മൂന്നാമത്തെ ചോദ്യം, ഇതിൽ പറഞ്ഞിട്ടുള്ള ആശംസകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കൂ. ഞാനിവിടെ 2 എഴുതിയിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് എടുത്തെഴുതുക കേട്ടോ. ഇനി നാലാമത്തെ ചോദ്യം, സ്വന്തമായി ചില ആശംസാവാക്യങ്ങൾ എഴുതി നോക്കൂ. ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാവട്ടെ, നമ്മുടെ ഭാവി ഉജ്ജ്വലമായിരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയട്ടെ, കുട്ടികളെപ്പോലെ സന്തോഷിക്കാൻ നമുക്ക് കഴിയട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം എത്തിപ്പിടിക്കാൻ കഴിയട്ടെ. അവസാനത്തെ ചോദ്യം, കവിതയിലെ ഏതെല്ലാം വാക്കുകൾക്ക് പകരം അതേ അർത്ഥം വരുന്ന മറ്റ് വാക്കുകൾ ഉപയോഗിക്കാം? കവിതയുടെ താളം തെറ്റാതെ നോക്കണേ. അപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും വാക്കുകൾ മാറ്റം വരുത്താം, പക്ഷേ കവിത ആ രീതിയിൽ തന്നെ ചൊല്ലാൻ പറ്റണം. അപ്പോൾ നമുക്ക് ചൊല്ലി നോക്കാം. മറ്റുള്ളവരും നിങ്ങളോടൊപ്പം പുഞ്ചിരി തൂകട്ടെ, അവരുടെ വേദന നിങ്ങൾക്കുള്ളിൽ കനിവായി പടരട്ടെ, അവരുടെ നാദം നിങ്ങളുടേതിനും ഒത്തുമുഴങ്ങട്ടെ, നിങ്ങൾ കരുതിയ നീരസമെല്ലാം ഇല്ലാതാകട്ടെ.
കാലത്തിൻ്റെ തമസിൽ ജീവിത വെളിച്ചം നിറയട്ടെ. അടുത്തത് ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട്. പോസ്റ്റർ പരിശോധിക്കൂ. എന്തെല്ലാം കാണുന്നുണ്ട്? കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെക്കൂ. അപ്പോൾ നമ്മൾ കവിതയിൽ ഒരു വരി ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ. അപ്പോൾ ഇവിടെ ചിത്രത്തിലല്ലേ പോസ്റ്ററിലുള്ള എന്താ നിങ്ങൾ കാണുന്നത്? കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്. ഒരു കുട്ടി പക്ഷേ ആ കളി കാണാൻ എത്തി നോക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ, പക്ഷേ അവൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്കും കൂടെ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റട്ടെ എന്നാണ് നമുക്ക് പങ്കുചേരാൻ പറ്റണം, പക്ഷെ അത് സാധിക്കുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ചിത്രത്തിൽ കാണുന്നതെന്ന് എഴുതാം. അപ്പോൾ വലിയ ഒരു പറമ്പിൽ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ് കളിക്കുന്നത്. പറമ്പിനോട് ചേർന്ന് ഒരു മതിൽ കാണാം. കുട്ടികൾ കളിക്കുന്ന ശബ്ദം കേട്ട് മതിലിനപ്പുറം നിന്ന് ഒരു കൊച്ചുകുട്ടി കളി കാണാൻ വേണ്ടി എത്തി നോക്കാൻ ശ്രമിക്കുന്നു. അച്ഛൻ കസേരയിലിരുന്ന് കളി കാണുന്നു. ഇനി രണ്ടാമത്തെ ഒരു പോസ്റ്ററും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതേ സെയിം സംഭവം തന്നെയാണ്, പക്ഷേ ആ കുട്ടിയെ കൂടെ നിർത്തി ഒരു കസേര വെച്ച് ഉയർത്തി എന്താണ് കുട്ടിയുടെ കൂടെ അച്ഛനും കാണുകയാണല്ലേ. അപ്പോൾ കുട്ടിയും കൂടെ ആ കുട്ടികളുടെ കൂട്ടത്തിൽ സന്തോഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 പോസ്റ്ററുകൾ കണ്ടല്ലോ. ഇതിൽ മികച്ച പോസ്റ്റർ ഏതാണ്? എന്തുകൊണ്ട്? പറയൂ. നമ്മൾ ആ കവിതയിലുള്ള വരി ഇവിടെയും കൊടുത്തിട്ടുണ്ട് അല്ലേ, മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ, മറ്റുള്ളവരും നമ്മോടൊപ്പം സന്തോഷിക്കട്ടെ എന്ന്. അപ്പോൾ ഈ രണ്ടാമത്തെ പോസ്റ്ററിലാണല്ലേ ഈ കുട്ടിയും കൂടെ അവരോട് സന്തോഷിക്കുകയല്ലേ. അപ്പോൾ ഈ പോസ്റ്ററാണ് നല്ലത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. രണ്ടാമത്തെ പോസ്റ്ററാണ് ഇതിൽ മികച്ചത്. കാരണം മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന ആശയം അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് രണ്ടാമത്തെ പോസ്റ്ററിൻ്റെ ചിത്രീകരണം. ഒന്നാമത്തെ പോസ്റ്ററിലെ ചിത്രവും ആശയവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് അച്ഛൻ കസേരയിലിരുന്ന് കണ്ട് ആസ്വദിക്കുമ്പോൾ കുട്ടി അച്ഛൻ്റെ അടുത്ത് നിന്ന് എത്തി വലിഞ്ഞ് മതിലിന് മുകളിലൂടെ കളി കാണാൻ ശ്രമിക്കുന്നു. എന്നാൽ കുട്ടിയെ സഹായിക്കുന്നില്ല. രണ്ടാമത്തെ പോസ്റ്ററിൽ അച്ഛൻ കുട്ടിയെ കസേരയിൽ നിർത്തി തന്നോടൊപ്പം കളി കാണാൻ ആസ്വദിക്കാനും അവസരം നൽകുന്നു. കൂടാതെ കുട്ടി കസേരയിൽ നിന്ന് വീഴാതിരിക്കാൻ അച്ഛൻ കുട്ടിയെ കരുതലോടെ പിടിച്ചിട്ടുമുണ്ട്. അടുത്ത ചോദ്യം, നല്ലൊരു പോസ്റ്ററിന് എന്തെല്ലാം പ്രത്യേകതകൾ വേണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ചർച്ച ചെയ്യൂ. ആദ്യമായിട്ട് കാണുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്യണം. പിന്നെയോ ആശയം വ്യക്തമാകുന്ന രീതിയിലായിരിക്കണം ചിത്രീകരണവും മുഖ്യവാചകവും. പിന്നെ പോസ്റ്ററിലെ ചിത്രങ്ങളും ആശയവും പരസ്പരം പൊരുത്തപ്പെടുന്നതായിരിക്കണം. വാക്യങ്ങൾ ഹ്രസ്വവും ആകർഷണീയവുമായിരിക്കണം. ഒരുപാട് വാരി വലിച്ചെഴുതാതെ ചുരുക്കവാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. മൂന്നാമത്തെ ചോദ്യം, നേരത്തെ തയ്യാറാക്കിയ ആശംസാവാക്യം ഉൾക്കൊള്ളിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. പോസ്റ്ററിൽ യോജിച്ച ചിത്രങ്ങൾ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആശംസാവാക്യങ്ങൾ ഉപയോഗിച്ച് മക്കൾ ഇതുപോലെ ചിത്രമൊക്കെ വരച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.